കീഴറയിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വീട് വാടകയ്ക്കെടുത്ത അനൂപ് മാലിക്കിനെതിരെ പോലീസ് കേസെടുത്തു. സ്ഫോടക വസ്തു നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഉത്സവങ്ങൾക്ക് വൻതോതിൽ പടക്കം എത്തിക്കുന്ന ആളാണ് അനൂപ്. മരിച്ചയാൾ ഇയാളുടെ തൊഴിലാളിയാണെന്നാണ് സൂചന. സ്ഫോടനം നടന്ന വീട്ടിൽ നിന്ന് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. 2016 കണ്ണൂർ പൊടിക്കുണ്ടിലെ വീട്ടിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചുണ്ടായ കേസിലെ പ്രതിയാണ് അനൂപ് മാലിക്. സംഭവത്തിൽ കണ്ണൂർ ചാലാട് സ്വദേശി മുഹമ്മദ് ആഷാം ആണ് മരിച്ചത്. കണ്ണപുരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ വാടക വീട്ടിൽ കഴിഞ്ഞ 1 വർഷമായി ഇവർ താമസിക്കുന്നുണ്ടെന്നാണ് വിവരം. കണ്ണപുരം കീഴറയിലെ ഗോവിന്ദൻ എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ ഇന്ന് പുലർച്ചെ 2 മണിക്കാണ് സ്ഫോടനം നടന്നത്. സ്ഫോടനത്തിൽ വീട് പൂർണ്ണമായും തകർന്നു. വീടിനുള്ളിൽ ശരീരാവശിഷ്ടങ്ങൾ ചിന്നിച്ചിതറിയ നിലയിലായിരുന്നുവെന്നാണ് വിവരം. വീട്ടിൽ നിന്നും പൊട്ടാത്ത നാടൻ ബോംബുകൾ കണ്ടെത്തി. അപകടം നടന്ന സ്ഥലത്ത് ബോംബ് സ്ക്വാഡും പരിശോധന നടത്തുന്നുണ്ട്. പയ്യന്നൂരിൽ സ്പെയർ പാർട്സ് കട നടത്തുന്നവരാണ് വീട്ടിൽ താമസിച്ചിരുന്നതെന്നാണ് വിവരം. ഇവരെക്കുറിച്ച് പ്രദേശവാസികൾക്ക് കൂടുതൽ അറിവില്ല. വീടിനുള്ളിൽ 2 പേരാണ് താമസിച്ചിരുന്നത്. രാത്രി എത്തുന്ന ഇവർ പുലർച്ചെ മടങ്ങാറാണ് പതിവ്. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ സമീപത്തെ വീടുകളിലും നാശനഷ്ടങ്ങളുണ്ടായി. നിരവധി വീടുകളുടെ വാതിലുകൾ തകരുകയും ചുവരുകളിൽ വിള്ളൽ വീഴുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം കണ്ണപുരം സ്ഫോടനത്തിൽ രാഷ്ട്രീയ ആരോപണവുമായി CPM രംഗത്തെത്തിയിട്ടുണ്ട്. പ്രതി അനൂപ് മാലിക്കിന് കോൺഗ്രസുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ആരോപിക്കുന്നത്.